കുഞ്ഞുങ്ങളും പൂക്കളും മൃദുവും നിർമ്മലവുമാണ്. അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ. കൊച്ചി പാലാരിവട്ടം പൈപ്പ് ലൈൻ റോഡിൽ സ്ഥിതി ചെയ്യുന്ന പ്രയത്ന എന്ന ഈ സ്ഥാപനത്തെ നയിച്ചുകൊണ്ടുപോകുന്നത് ജോസഫ് സണ്ണി എന്ന പ്രമുഖ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റാണ്. 2012 സ്ഥാപിതമായ പ്രയത്ന എന്ന സ്ഥാപനം കുട്ടികളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ തലത്തിലെ വളർച്ചയ്ക്ക് താളക്രമം നൽകുന്നു. ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും ഒരുപോലെയല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ചൈൽഡ് ഈസ് യൂണീക്ക് എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ വിരലുകൾ പോലെ ഓരോ കുട്ടിയും സ്പെഷ്യലാണ്. അപ്പം നോർമലി ഒരു കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അമ്മയുടെ ഉദരത്തിൽ 37 to 42 വീക്സ്, അതായത് 9 മാസം നമ്മൾ പറയും. അപ്പോൾ ഈ 9 മാസം കാലം അതായത് 37 to 42 വീക്സ് ഇരുന്നതിന് ശേഷമാണ് ഈ കുട്ടി അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പം ഈ കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ തന്നെ തുടങ്ങുകയാണ്. അപ്പം അമ്മയുടെയും അച്ഛൻ്റെയും സംസാരം, അവരുടെ പെരുമാറ്റം, ഇതെല്ലാം ഈ കുട്ടിയുടെ വളർച്ചയെ ആക്ച്വലി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില കുടുംബങ്ങളിൽ ചില അമ്മമാർക്ക് ഡിപ്രഷൻ വരാറുണ്ട് ഡ്യൂറിങ് ദ പ്രഗ്നൻസി ടൈമിൽ, അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ്, അല്ലെങ്കിൽ അച്ഛനുമായിട്ടുള്ള വഴക്കുകൾ, അല്ലെങ്കിൽ വീട്ടിലുള്ള ഫാമിലി ഇഷ്യൂസ്, ഇതെല്ലാം ഈ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പം നോർമലി ചില പേരൻസ്, ചില അമ്മമാർ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അപ്പം വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഇതിനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ചില കുട്ടികൾ നേരത്തെ ജനിക്കും, അതായത് ഈ മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾ. അപ്പോൾ അവർക്ക് ചിലപ്പം വെയിറ്റ് കുറവായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികളെ NICUവിലാണ് കുറച്ച് ദിവസം ഏകദേശം ഇരിക്കുന്നത്. കാരണം അവരുടെ പ്രായം എത്താതെ വരുന്നതുകൊണ്ട് അവർക്ക് ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അവർക്ക് നിയോനേറ്റൽ ജോണ്ടിസ് ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഫീഡിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ കുട്ടികളുടെ ആദ്യത്തെ ഒരു മൈൽ സ്റ്റോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ അമ്മയുടെ മുലപ്പാൽ ചപ്പി കുടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കൊടുക്കും. അതുപോലെ തന്നെ അവരുടെ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ്, അവരുടെ ഓരോ സ്റ്റേജിലുമുള്ള അവരുടെ മൈൽ സ്റ്റോൺസ്, അതായത് ഹെഡ് കൺട്രോൾ, തല ഉറയ്ക്കുക, കമന്ന് വീഴുക, അതല്ലെങ്കിൽ അവരുടെ മുട്ടുമ്മ നീന്തുക, അല്ലെങ്കിൽ ഇരിക്കുക, ഇങ്ങനെ പല മൈൽ സ്റ്റോൺസുകളുണ്ട്. ഈ മൈൽ സ്റ്റോൺസ് എല്ലാം തന്നെ ടൈമിൽ അച്ചീവ് ആകണം. ഇത് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഡെവലപ്മെൻറ്റ്സിൽ ഡിലേ വരാൻ ചാൻസസ് ഉണ്ട്. നോർമലി 3 to 5 months അമ്മയെ നോക്കി കുഞ്ഞ് ചിരിക്കണം. അതാണൊരു സോഷ്യൽ മൈൽ സ്റ്റോൺസിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ്. ഐ കോണ്ടാക്ട് അമ്മയായിട്ട് ഡെവലപ്പ് ചെയ്യുക, അമ്മയെ കണ്ടാൽ ചിരിക്കുക. അപ്പോൾ ഇത് ചില പേരൻസ് ഇവരത് ശ്രദ്ധിക്കാറില്ല. ഇന്നത്തെ തിരക്ക് മൂലം പല പേരൻസും ഇവർ കുട്ടിയെ ടിവിയുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ കാണിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇതിൻ്റെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ താല്പര്യമില്ല. കുഞ്ഞിനെ വിശക്കുമ്പോൾ പാൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവരെ കളിപ്പിക്കുന്നു, അല്ലെങ്കിൽ കൂടുതലായിട്ട് കൊഞ്ചിക്കുന്നു. ഈ ഒരു രീതിയിലേക്ക് വന്നു. ഇപ്പം കൂടുതൽ നോക്കുകയാണെങ്കിൽ ഒരു ന്യൂക്ലിയർ ഫാമിലി, കുട്ടികളുണ്ടാകുന്നത് തന്നെ വളരെ എണ്ണം കുറഞ്ഞു തുടങ്ങി. അതായത് ഇപ്പം കൂടുതൽ IVF അങ്ങനെ ട്രീറ്റ്മെൻറ്റിലേക്ക് മാറി തുടങ്ങി. കാരണം ഇപ്പോഴത്തെ ജീവിതശൈലിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അപ്പം നമുക്ക് നോർമൽ ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന ഈ കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള സ്റ്റിമുലേഷൻ കൊടുക്കണം. അപ്പോൾ ആ സ്റ്റിമുലേഷൻ ചെയ്യുന്നതിൽ പല പേരൻസും ഫെയിലിയറാണ്. അപ്പോൾ അത് നമ്മളൊരു കുട്ടിക്ക് വാക്സിനേഷൻ കൊടുക്കുന്നോ, അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ച് പനി വരുന്നോ, അല്ലെങ്കിൽ അവർക്ക് ജലദോഷം വരുമ്പം ഡോക്ടറെ കണ്ട് മരുന്ന് കൊടുക്കുന്ന പോലെയാണ് അവർക്ക് അതിൻ്റെ അനുസരിച്ച് അവർക്ക് സ്റ്റിമുലേഷൻ കൊടുക്കണം. ആ സ്റ്റിമുലേഷൻ നന്നായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അവരുടെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ്, അറ്റൻഷൻ, അവരുടെ ഡെവലപ്മെൻറ്റ്സ് എല്ലാം നന്നായിട്ട് വരുള്ളൂ. കേരളത്തിൽ തന്നെ വളരെ വിരളം സ്ഥാപനങ്ങളെ ഇതുപോലെ കുട്ടികൾക്കായി പ്രവർത്തിക്കുന്നുള്ളൂ. ജോസഫ് സണ്ണി എന്ന മനുഷ്യസ്നേഹിയുടെ മനസ്സിലുദിച്ച ആശയങ്ങളുടെ ഫലമാണ് ഈ സ്ഥാപനം. ഒക്യുപേഷണൽ തെറപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്യുപേഷണൽ തെറപ്പി ഒരു ആധുനിക ചികിത്സാ രീതിയാണ്. ഈ കാലത്ത് 1949 മുതൽ ഇന്ത്യയിൽ നിലവിലുള്ള ഒരു ചികിത്സാ രീതിയാണ് ഒക്യുപേഷണൽ തെറപ്പി എന്നുള്ളത്. അത് കൂടുതലും ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിയുടെ ദൈനംദിന ജീവിതത്തിലെ കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നൊരു ചികിത്സാ രീതിയാണ് ഒക്യുപേഷണൽ തെറപ്പി എന്നുള്ളത്. ഒരു വ്യക്തിയുടെ ദിനചര്യകൾ എന്ന് പറയുന്നത് ജോലി, വിനോദം, ദൈനംദിന പ്രവർത്തികൾ, കളികൾ, കുട്ടികളിലാണെങ്കിൽ കളികൾ, ഇതെല്ലാമാണ് ഒരു വ്യക്തിയുടെ
ദൈനംദിന ജീവിതം എന്ന് പറയുന്നത്. ഇതിലൂന്നിയാണ് ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ഒരു ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് വർക്ക് ചെയ്യുന്നത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ഒരു ഒക്യുപേഷണൽ തെറപ്പിസ്റ്റിൻ്റെ റോൾ അവിടെ തുടങ്ങുകയാണ് ആ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ. ഇപ്പോൾ ഒരു കുഞ്ഞ് മാസം തികയാതെ ജനിച്ചു എന്നുണ്ടെങ്കിൽ അവിടെ തുടങ്ങുന്ന ഒക്യുപേഷണൽ തെറപ്പിസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ. അവിടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ കിട്ടേണ്ട ചില സെൻസറി സ്റ്റിമുലേഷൻസ് ഉണ്ട്. അതെല്ലാം കിട്ടാതെയാണ് മാസം തികയാതെ ഒരു കുഞ്ഞ് ഭൂമിയിലേക്ക് ജനിക്കുന്നത്. ആ സമയത്ത് അവിടെ ഒക്യുപേഷണൽ തെറപ്പിസ്റ്റിൻ്റെ ഒരു റോളെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് അവിടെ കുട്ടികൾക്ക് ഏത് രീതിയിലുള്ള സ്റ്റിമുലേഷനാണോ വേണ്ടത് ആ സ്റ്റിമുലേഷൻ കൊടുത്തു തുടങ്ങുന്നു. കുട്ടികൾക്ക് ഇപ്പോൾ 10ാം മാസം ജനിക്കേണ്ട കുട്ടി 7ാം മാസത്തിൽ ജനിച്ചാൽ 7ാം മാസത്തിൽ തൊട്ട് കിട്ടേണ്ട കാര്യങ്ങൾ നമ്മൾ ഒക്യുപേഷണൽ തെറപ്പി കൂടെ കൊടുക്കുന്നു. എല്ലാ രീതിയിലും ഒക്യുപേഷണൽ തെറപ്പിക്ക് നിറയെ പ്രവർത്തന മേഖലകളുണ്ട്. ഇതിൻ്റെ പ്രവർത്തന മേഖലകൾ എന്ന് പറയുന്നത് ഒക്യുപേഷണൽ തെറപ്പി ഇൻ ന്യൂറോളജി, ഓർത്തോപീഡിക്സ്, പീഡിയാട്രിക്സ്, എർഗണോമിക്സ്, സൈക്യാട്രി, ഇങ്ങനെ വിവിധ 13-ൽ പരം മേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒക്യുപേഷണൽ തെറപ്പി. ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകുന്നത് പീഡിയാട്രിക്സിലാണ്. ഞങ്ങൾ കൂടുതലും ചൈൽഡ് സൈക്യാട്രി പീഡിയാട്രിക് കേസുകളാണ് വരുന്നത്. ഓട്ടിസം, ഡൗൺ സിൻഡ്രോം, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അതുപോലെ തന്നെ സെർബൽ പാലസി, ഇതുപോലത്തെ കോമൺ കണ്ടീഷൻസ് ആണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. അച്ഛനും അമ്മയും കുടുംബവും ഈ സ്ഥാപനവും ചേർന്ന് വളർച്ചാഘട്ടത്തിൽ മന്ദഗതിയിലായ കുട്ടികളെ അവരുടെ സാമൂഹികവും മാനസികവുമായ വളർച്ചയിലേക്ക് വീണ്ടും എത്തിക്കുകയും നാളേക്കുള്ള ലോകത്തിൻ്റെ വാഗ്ദാനങ്ങളായി അവരെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഞാൻ ഈ ഫീൽഡിൽ എത്തിച്ചേരാനും ഇവിടെ ഇത് തുടങ്ങാനും ഒക്കെ ഇടയായ ദൈവത്തിൻ്റെ ശക്തമായ ഒരു ഇടപെടലുണ്ട്. കാരണം ഞാൻ ഈ കോഴ്സ് ചെയ്തതിന് ശേഷം US പോയി അവിടെ ഒരു ജോലി എടുക്കാനായിട്ടാണ് ഞാൻ എൻ്റെ ഫാമിലിയുടെ പ്ലാൻ, എൻ്റെ പേരൻസിൻ്റെ പ്ലാൻ അങ്ങനെയായിരുന്നു. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ മൂലം ഞാൻ ചെന്നൈയിലൊരു 10 to 15 yearsോളം ഞാൻ വർക്ക് ചെയ്തു. അപ്പം ഏകദേശം 10 years കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ഫീൽഡ്, അതായത് എൻ്റെ പ്രവർത്തന മേഖല നാട്ടിൽ തന്നെയാണ്, അതായത് എസ്പെഷ്യലി കേരളത്തിലേക്ക് തന്നെയാണ്. കാരണം ഇവിടെയുള്ള പേരൻസിനും കുട്ടികൾക്കും ഈ ഒരു റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടീം വർക്ക് ആവശ്യമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിവിടെ വരാനും തുടങ്ങാനും കാരണമായത്. അതിലാണെങ്കിൽ ഒരുപക്ഷെ ഞാൻ ചിലപ്പം US തന്നെ സെറ്റിലായി അവിടെ എവിടെയെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്ത് സെറ്റിലായേനെ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ടായി. പേരൻസുമായിട്ട് ഒത്തിരി ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി. മറ്റ് പ്രൊഫഷണൽസ് ആണെങ്കിലും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ബേസിക്കലി ടീം വർക്കായിട്ടാണ് പോകുന്നത്. അപ്പം പേരൻസ് വരുമ്പോൾ ചില പേരൻസിന് ആദ്യമേ അക്സെപ്റ്റൻസ് വളരെ കുറവായിരിക്കും. ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടി അല്ലെങ്കിൽ ഒരു ഓട്ടിസം ഉണ്ടെന്ന് ആദ്യമേ കേൾക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതൊരു നാച്ചുറലാണ്. കാരണം ആങ്സൈറ്റി അല്ലെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഒരു അറിവ് കാണത്തില്ല. അപ്പോൾ അത് ക്യൂർ ചെയ്യാൻ പറ്റുമോ അല്ലെന്നുണ്ടെങ്കിൽ ഇതെന്തെങ്കിലും ഒരു വേറെ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഉണ്ടോ എന്ന് അവരൊത്തിരി സെർച്ച് ചെയ്യും, അല്ലെങ്കിൽ ഒത്തിരി ഡോക്ടർ ഷോപ്പിംഗ് നടത്തും. അപ്പോൾ ഇത് മരുന്നുകൊണ്ട് മാത്രം മാറുന്ന ഒരു രോഗാവസ്ഥയല്ല, അല്ല, കാരണം ഇതൊരു ഡിസോർഡറാണ്, ഡിസീസല്ല. അപ്പം ഓട്ടിസം മാത്രമല്ല, സെർബൽ പാലസി ആണെങ്കിലും മറ്റ് ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ് ആണെങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് 100% നമുക്കത് ക്യൂർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതൊരു നിയർ നോർമലാക്കി എടുക്കുക, അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിന് ആദ്യം പേരൻസിനെ നമ്മളത് കോൺഫിഡൻസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അവർക്ക് വേണ്ട കൗൺസിലിങ് അല്ലെങ്കിൽ അവർക്ക് പല സിറ്റിങ്സിൽ അവർക്ക് അതിനെപ്പറ്റി ഒരു നല്ലൊരു അവബോധം ഉണ്ടാക്കിയ ശേഷം മാത്രമേ നമുക്ക് കുട്ടികളുടെ ട്രെയിനിങ് തുടങ്ങാൻ പറ്റത്തുള്ളൂ. First the girl woke up. Say it louder. First the girl woke up. It was morning. Okay. Then the girl brushed her teeth properly. She bathed. Then she packed her book and she was ready for her school. Okay. Then after this? After that, when she came back, she was hungry. Okay. So she checked in the fridge what all specials are there. So she found the ice cream. Okay. Then she saw and said yummy. Then she started eating. Okay. Good girl. ഇങ്ങനെ ഡിസോർഡേഴ്സ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ ചിലപ്പം പേരൻസ് പള്ളിയിലൊന്നും കൊണ്ടുപോകത്തില്ല. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സോഷ്യൽ ഗ്യാതറിങ് കൊണ്ടുപോകത്തില്ല, കല്യാണത്തിന് കൊണ്ടുപോകത്തില്ല, അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസങ്ങൾ കൊണ്ടുപോകത്തില്ല. കാരണം അവൻ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പല കുറുമ്പ് ഉണ്ടാക്കി അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടാക്കി ഒരു സ്ഥലത്ത് ഇരിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പേരൻസിന് പറയാമെന്ന് വെച്ചാൽ കുട്ടികളിങ്ങനെ
ഹൈപ്പർ ആക്റ്റീവാന്ന് പറഞ്ഞ് പള്ളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ പുറകെ നിർത്തുമ്പോഴാണ് ഇവർക്ക് കൂടുതലായിട്ട് ഇങ്ങനെ ഓടണം, പുറത്തേക്ക് പോകണം തോന്നുന്നത്. അവരെ മുമ്പിൽ തന്നെ നിർത്തുക, മറ്റു കുട്ടികളുടെ കൂടെ തന്നെ നിർത്തുക. അല്ലെങ്കിൽ ഇപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പള്ളിയിൽ കൂടുതൽ തിരക്കുള്ള ദിവസങ്ങൾ, അങ്ങനെയുള്ള ദിവസങ്ങളിൽ ആ ദിവസങ്ങളും പള്ളിയിൽ കൊണ്ടുപോകുക. അല്ലെങ്കിൽ ഇട ദിവസങ്ങളിലുള്ള പള്ളി കുർബാന നടക്കുമ്പോൾ കൊണ്ടുപോയിട്ട് കുട്ടിക്ക് വേണ്ട അവനെ ആദ്യം നേരത്തെ തന്നെ പറയുക, ഞാൻ പള്ളിയിൽ പോകാൻ പോവാണ്, പോയി കഴിഞ്ഞാൽ നല്ല കുട്ടിയായിട്ടിരിക്കണം, മുമ്പ് ഇരിക്കണം. അങ്ങനെ ഒരു പ്രിപ്പറേഷൻ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലൊക്കെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൻ്റെ ഒരു കാലമാണിപ്പം. അപ്പം TV, മീഡിയ അല്ലെന്നുണ്ടെങ്കിൽ ഐപാഡ്, മൊബൈൽ ഫോണിൻ്റെ ഒക്കെ ഉപയോഗം വളരെ കൂടുതലാണ്. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കുട്ടികളുടെ അറ്റൻഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ അറ്റൻഷൻ കുറഞ്ഞിരിക്കുമ്പോൾ അറ്റൻഷൻ കുറഞ്ഞ എഫേർട്ട് കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. അപ്പം ലൈവായിട്ടുള്ള ഇൻട്രാക്ഷൻ കൂട്ടുക. അപ്പം ഒരു റൈംസ് പാടുന്നു അല്ലെങ്കിൽ പാട്ട് പാടുന്നു, ഇതൊക്കെ നമ്മൾ നേരിട്ട് പാടുമ്പം ഒരു ഇൻട്രാക്ഷൻ നമുക്ക് കൂടുതൽ കിട്ടും. പക്ഷേ ഒരു ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ മൊബൈലോ TV-യിലോ കാണുമ്പം കളർഫുൾ ആയിരിക്കും, അതിനകത്ത് ആനിമേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ മ്യൂസിക് ഉള്ളപ്പം അറ്റൻഷൻ കൂടുതൽ എഫേർട്ട് കൊടുക്കണ്ട. അപ്പോൾ അറ്റൻഷൻ കുറവുള്ള കുട്ടികൾക്ക് നമ്മൾ അറ്റൻഷൻ കുറച്ച് എഫേർട്ട് കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ കൊടുക്കും തോറും അവർക്ക് മാനുവൽ ആയിട്ടുള്ള കളികൾ അല്ലെങ്കിൽ പടം വരയ്ക്കാൻ അല്ലെങ്കിൽ കളറിങ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം തീരെ കുറവായിരിക്കും. അപ്പോൾ അത് കുട്ടികൾ കൂടുതൽ ഇങ്ങനെയുള്ള എക്സ്പോഷർ കുറയ്ക്കുകയാണെങ്കിൽ അവരുടെ ഇൻട്രാക്ഷൻ കൂട്ടാൻ പറ്റും. No more monkeys. No more monkeys. No more monkeys. Jumping on the bed. One fell off and dumped his head. So Mama called the doctor and the doctor said, no more monkeys. Monkeys back to the bed. Give me high five. High five. Five. One more high five. High five. Good boy. എല്ലാ ദിവസവും രാവിലെ ഞാൻ ആക്ച്വലി എഴുന്നേൽക്കുമ്പം പ്രാർത്ഥിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ ഇങ്ങനെയുള്ള കുട്ടികൾ വരണം എന്നല്ല ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാകാതിരിക്കണം. അതുപോലെ തന്നെ അഥവാ ആ കുട്ടികൾ ഉണ്ടായാൽ തന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഈ പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, ഇപ്പോൾ പീഡിയാട്രീഷ്യനെ കാണുന്നു അല്ലെങ്കിൽ ഒരു റീഹാബിലിറ്റേഷൻ ഫീൽഡിലുള്ള ഒരാളെ കാണുമ്പോൾ അവരെ നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇങ്ങനെയുള്ള കുട്ടികളുടെ പ്രോബ്ലം നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നമുക്ക് നേരത്തെ പിക്ക് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഫീൽഡിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. കാരണം കൂടുതൽ ക്ഷമ വേണം. ഇങ്ങനെയുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ പേഷ്യൻസ് ഉണ്ടെങ്കിലേ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മളൊരു ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്ക് പോയി ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ അവൻ്റെ ബിഹേവിയർ പ്രോബ്ലം കൂടത്തേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഫീൽഡിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ വർക്ക് ചെയ്യുന്നവർക്ക് കൂടുതൽ ക്ഷമയും അവർക്ക് കൂടുതൽ ദൈവത്തിൽ അവർക്ക് കൂടുതൽ ഒരു വിശ്വാസവും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ഈ പ്രവർത്തന മേഖലയെ കൂടുതൽ വ്യാപിപ്പിക്കാൻ പറ്റും. പിന്നെ എൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കൂടുതൽ സെൻറ്റേഴ്സ് ഓപ്പൺ ചെയ്യണം. അതായത് ഞാൻ ഓപ്പൺ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, പല സെൻറ്റേഴ്സ് കേരളത്തിലും പല സ്ഥലങ്ങളുണ്ടാണ്. കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ ഗ്രാമപ്രദേശങ്ങളിലുണ്ട്, പല സ്ഥലങ്ങളുണ്ട്. പക്ഷേ അവർക്കൊന്നും എത്തിച്ചേരാൻ പറ്റുന്നില്ല, കൂടുതൽ ഡിസ്റ്റൻസുകളുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സെൻറ്റേഴ്സ്, ഇങ്ങനെയുള്ള പ്രൊഫഷണൽസ് കൂടുതൽ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായി വരണം എന്നെങ്കിലും ഉള്ളൂ. കാരണം പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ അമേരിക്കയിൽ പോയി ജോലി ചെയ്യണം, കുറേ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ദുബായിൽ പോയി ജോലി ചെയ്യണം എന്നല്ല. നമ്മുടെ നാട്ടിലും നിന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം, ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ ഒരു ഫ്യൂച്ചറിലേക്ക് എൻ്റെ ഒരു പ്ലാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓരോ കുട്ടികളും വിഭിന്നങ്ങളാണ്, അവരുടെ കഴിവുകളും. ചില കുട്ടികൾ വളരെ പെട്ടെന്ന് വലുതാകുകയും അവരുടെ കഴിവുകൾ സ്വായത്തമാക്കുകയും ചെയ്യും. എന്നാൽ ചിലർ വളരെ പതുക്കെ മാത്രമേ അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. അങ്ങനെ പിന്നോക്കാവസ്ഥയിൽ എത്തി നിൽക്കുന്ന കുട്ടികളുടെ കഴിവുകൾ ദ്രുതഗതിയിലാക്കുവാൻ പ്രയത്ന എന്ന സ്ഥാപനം സഹായിക്കുന്നു. സെൻസറി ഇൻ്റഗ്രേഷൻ തെറപ്പി എന്ന് പറയുന്നത് ഒക്യുപേഷണൽ തെറപ്പിയിലെ ഒരു മെയിൻ അപ്രോച്ചാണ്. ഒരു സെൻസറി ഇൻ്റഗ്രേഷൻ ഒരു കുഞ്ഞു അമ്മയുടെ ഉദരത്തിനുള്ളിൽ ജനിക്കുമ്പോൾ മുതൽ സെൻസറി ഇൻ്റഗ്രേഷൻ അവിടെ തുടങ്ങുകയായി. നമുക്ക് നിറയെ സെൻസസ് ഉണ്ട്: വിഷ്വൽ, ഓഡിറ്ററി, ഓൾഫാക്ടറി, ഗസ്റ്റേറ്ററി, മൂവ്മെൻറ്റ്, പ്രോപ്രിയോസെപ്ഷൻ. ഇങ്ങനെ ഇതിൽ ഏറ്റവും മെയിനായിട്ട് ഒരു മനുഷ്യനിൽ കാണുന്ന സെൻസസ് ആണ് പ്രോപ്രിയോസെപ്ഷൻ, വെസ്റ്റിബുലർ ആൻഡ് ടാക്ടൈൽ. ഇതിൽ ഏതെങ്കിലും ഏരിയാസിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഡെയിലി ലൈഫിൽ അത് അഫക്റ്റ് ചെയ്യുന്നത്. ഒരു സെൻസറി ഇൻ്റഗ്രേഷൻ നോർമലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സെൻസസിനെയും പ്രോസസ്സ് ചെയ്ത് അതിൻ്റേതായ രീതിയിൽ എൻവയോൺമെൻറ്റിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതിനാണ് നോർമലായിട്ടുള്ള സെൻസറി ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിങ്ങിൽ അതിനെ റിസീവ് ചെയ്ത് റെസ്പോണ്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോഴാണ് സെൻസറി ഇൻ്റഗ്രേഷനിൽ
പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത് അവരുടെ ഡെയിലി ലൈഫാണ്. അത് മേ ബി അവരുടെ കളികളിലാകാം, അവരുടെ ദിനചര്യകളിലാകാം, അവരുടെ സ്കൂൾ ഫങ്ഷനിങ്ങിലാവും. ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഈ സെൻസറി ഇഷ്യൂസ് കാണുന്നത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഈവൻ സെർബൽ പാലസി ഉള്ള കുട്ടികളിൽ പോലും സെൻസറി ഇൻ്റഗ്രേഷൻ ഡിഫിക്കൽട്ടീസ് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ റിസീവ് ചെയ്യുന്നതിലായിരിക്കാം പ്രോബ്ലം, അല്ലെങ്കിൽ അതിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞ് മോഡുലേറ്റ് ചെയ്യുന്നതിലായിരിക്കാം. മോഡുലേറ്റ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നതിലും ചില കുട്ടികൾക്ക് പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ട്. ഒക്യുപേഷണൽ തെറപ്പിയിൽ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുട്ടികളിൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ എത്രത്തോളം സെൻസറി സ്റ്റിമുലേഷൻ ആവശ്യമുണ്ടോ അതനുസരിച്ച് ഓരോ കുട്ടികളെയും ഡീറ്റെയിൽഡ് ആയിട്ട് സെൻസറി ഇൻ്റഗ്രേഷൻ അസസ്മെൻറ്റ് ചെയ്ത് അതിനനുസരിച്ച് ഓരോ കുട്ടികൾക്കും വേണ്ട അളവിൽ സെൻസറി സ്റ്റിമുലേഷൻസ് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിവിടെ വന്നു തുടങ്ങിയിട്ട് 2 വർഷമായി. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ. ഇവിടെ വന്നപ്പോൾ ഇവിടെ വരാൻ വൈകിപ്പോയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഇത് എൻ്റെ മകൻ സാവിയോ. എൻ്റെ വീട് ചാലക്കുടി അടുത്ത് അന്നനാട് എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഇവിടെ വന്നതിന് ശേഷം സാവിയോ വരുന്ന സമയത്ത് സാവിയോ വളരെ ഡിസ്ട്രാക്റ്റഡായിട്ട് ഒരു കുട്ടിയായിരുന്നു. ട്രെയിനിൽ കൊണ്ടുവരാനും ബസ്സിലാണെങ്കിലും യാത്ര ചെയ്ത് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുറേ കാര്യങ്ങൾക്ക് വേണ്ടി ഇവൻ വാശി പിടിക്കുമായിരുന്നു, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട്. പിന്നെ സ്പീച്ച് ആണെങ്കിലും അന്ന് വളരെ കുറവായിരുന്നു, ഇപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. സ്പീച്ചിൻ്റെ കാര്യത്തിലാണെങ്കിലും അവൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയായിരുന്നു. അപ്പോൾ അതും ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. മറ്റുള്ള സ്ഥാപനങ്ങളിൽ ഞാൻ പോയിരുന്നതിൽ വ്യത്യസ്തമായിട്ട്, പ്രത്യേകിച്ച് ഒക്യുപേഷൻ തെറാപ്പിയിൽ തന്നെ ഒത്തിരി മോഡ്യൂൾസ് ഞങ്ങൾക്കിവിടെ അവർ കാണിക്കുന്നുമുണ്ട്. അത് നമുക്ക് വീട്ടിൽ ചെയ്യേണ്ട വിധവും പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ പൊതുവെ എല്ലാ പാരൻസിനും അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് ഒക്യുപേഷൻ തെറാപ്പി കൊടുക്കേണ്ടവരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതല്ലാതെ കാണുന്നിടത്ത് മുഴുവൻ ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറഞ്ഞിട്ട് വെറുതെ എന്തെങ്കിലും ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാകുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇങ്ങനെ ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. ഞാനും അതുപോലെ വിഷമിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ നമ്മൾ എന്താ പറയുക, വിഷമിച്ചിരുന്നിട്ട് കാര്യം, ഇതിന് എന്ത് സൊല്യൂഷൻ കാണണമെന്ന് നമ്മൾ തന്നെയാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അമ്മയെ മാത്രമല്ല ഇതിന് മുൻകൈ എടുക്കേണ്ടത്. ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും ഈ കുട്ടിക്കൊപ്പം സപ്പോർട്ടായിട്ട് നിന്ന് കൂടെ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് എല്ലാവരോടും കൂടി പറയാനുള്ളത്. ഈ കുട്ടി നമുക്കൊരു ബർഡൻ അല്ല. നമുക്ക് എല്ലാ സാധാരണ കുട്ടികളെ പോലെ എല്ലാ വിചാരങ്ങളുള്ള കുട്ടിയാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. leg उठाओ. Good. अभी राइट लेग नीचे रखो. हाँ, लेफ्ट लेग बाहर लेके आओ. गुड जॉब. ओके, स्लोली सिट. हाथ नीचे रखो पन्ना. लेफ्ट हैंड नीचे रखो. रेडी हो? रिंग्स ले. हाँ, रिंग्स कहाँ है तुम्हारे रिंग्स? ये रहा. बहुत दूर है ना. करेक्ट. थोड़ा और पीछे जाना पड़ेगा पन्नव. थोड़ा और, लिटिल बिट. यस, गुड जॉब. बस. ओके, अभी हाथ रखोगे यहाँ. पन्नव, कौन सा कलर है? कौन सा कलर है? Red color. Good. Next. Up. देख के डालोगे. हैंड चला गया. हाँ, वापस रखना है. ओके. हाँ, अभी हैंड अच्छे से रखो. Good job. ओके. Forward. देखो कहाँ है रिंग, कौन सी कलर है देखो. पन्ना. अप. वेट. हैंड रखो अच्छे से, पकड़े रखो रिंग को, छोड़ो मत. ओके. क्या हुआ? वेट. हाँ, वापस नहीं डालना है, हाथ में पकड़े रखा है ना, बस. I am Panav's mother. My son is 3.5 years old.
So he was 6 months old when we came to know about his problem, that he is having cerebral palsy. So from that time onwards, we are coming here to Prayatna for his treatment, and we started with physiotherapy, and it will be now 3 years he's coming over here, and we have seen a lot of improvement in him. So he could not turn on his own, he could not sit, he could not pick things with his hands and all. So now he's like doing all these things after coming here only to this center Prayatna. ജോസഫ് സണ്ണിയും സ്റ്റാഫ് അംഗങ്ങളും അങ്ങനെ ഇവിടെ എത്തിച്ചേരുന്ന കുട്ടികളുടെ കഴിവുകൾ വികസിപ്പിക്കാനുള്ള സാങ്കേതിക ശിക്ഷണങ്ങൾ നൽകി അവരെ ഭൂമിയിലെ മാലാഖമാരായി ജീവിത സ്വപ്നങ്ങളിലേക്ക് പ്രവേശിപ്പിക്കുന്നു. ഇതെൻ്റെ ഫാമിലി, ഇതെൻ്റെ വൈഫ് പൊന്നു, ഇത് എൻ്റെ മോൻ ജോഹൻ ജോസഫ്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. എൻ്റെ ഈ പ്രവർത്തന മേഖലയിൽ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫാമിലിയാണ്. കാരണം ഞങ്ങൾക്ക് ഒരു കുട്ടിയുള്ളെങ്കിലും ഒത്തിരി കുട്ടികളെ ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ക്ലിനിക്കിൻ്റെ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ സെൻറ്ററിൻ്റെ മറ്റെല്ലാ കാര്യങ്ങൾക്കുമായിട്ട് ഞാൻ എപ്പോഴും ബിസി ആയിരിക്കും. പക്ഷേ അതിനൊക്കെ സപ്പോർട്ടീവായിട്ടും അതുപോലെ എൻ്റെ ഓഫീസിലെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നു. പുള്ളിക്കാരി വേറെ അങ്ങ് വർക്ക് ചെയ്യുന്നില്ല, ഹോം മേക്കറാണ്. പിന്നെ എപ്പോഴും ഈ ഇത് സംബന്ധമായിട്ട് ഈ ചൈൽഡ്ഹുഡ് ഡിസബിലിറ്റിയുടെ അല്ലെങ്കിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റിയായിട്ട് എപ്പോഴും ഞാൻ കോൺഫറൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വർക്ക്ഷോപ്പ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും ഇവിടെ. അതിന് വേണ്ടിയിട്ടെല്ലാം എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫാമിലിയാണ്. ബൈബിളിൽ നിന്നുള്ള യേശുവിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ശിശുക്കൾ എൻ്റെ അടുത്തു വരാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, എന്തെന്നാൽ ദൈവരാജ്യം അവരെ പോലുള്ളവരുടേതാണ്. കുട്ടികളെ കഴിഞ്ഞും കൂടുതൽ ഇതിനകത്ത് ട്രെയിൻഡ് വേണ്ടത് പേരൻസിനാണ്. അപ്പം പേരൻസ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ദൈവവിശ്വാസത്തിൽ അല്ലെങ്കിൽ അവർക്കൊരു ഡിസിപ്ലിൻഡായിട്ട് ജീവിക്കുകയാണെങ്കിൽ, അവരൊരു റോൾ മോഡലായിട്ട് അവർ ചെയ്യുകയാണെങ്കിൽ, ഏത് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണെങ്കിലും ഡിസോർഡർ കുട്ടിയാണെങ്കിലും അവരെ നമുക്കൊരു നിയർ നോർമലാക്കി അവരുടെ കഴിവുകളെ നമുക്ക് കണ്ടെത്താൻ പറ്റും. പേരൻസ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. നമുക്ക് ഇപ്പോഴത്തെ ഒരു കാലത്ത് ഏറ്റവും കുറവുള്ളതെന്ന് പറഞ്ഞാൽ ടൈമാണ്. അപ്പം ടൈമാണ് ഏറ്റവും കുറവുള്ളത്. അപ്പം ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്ത് പേരൻസ് കൂടുതൽ റോൾ മോഡലായിട്ട് ആ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഈ കുട്ടികൾക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം.